വി.ഡി. സതീശൻ ക്യാബിനറ്റ് പട്ടിക അംഗീകരിച്ചിരിക്കുന്നു. ഗവർണർ മുഖ്യമന്ത്രിക്ക് ധനകാര്യം, തുറമുഖം, പൊതുഭരണം, നിയമം എന്നീ വകുപ്പുകളാണ്. ആഭ്യന്തരം, വിജിലൻസ് വകുപ്പുകൾ രമേശ് ചെന്നിത്തലയ്ക്കാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് IT, വ്യവസായം എന്നീ വകുപ്പുകളാണ്. കെ. മുരളീധരന് ആരോഗ്യ വകുപ്പ് ആണ് ഉള്ളത്. സണ്ണി ജോസഫിനാണ് വൈദ്യുതി വകുപ്പ്. റോഷിപാൽ സമഗ്ര വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ ക്യാബിനറ്റ് എങ്ങനെയാണ്? വകുപ്പുകളിൽ ധാരണയായിരിക്കുന്നു. ഗവർണറുടെ ഉത്തരവിറങ്ങുമ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പ് വ്യക്തത തരൂ. സ്മൃതി, വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനമായി. ഇപ്പോൾ പട്ടിക അത് ലോക്ഭവൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. അതിൽ വി.ഡി. സതീശൻ നേരത്തെ നമ്മൾ കൊടുത്ത വാർത്ത പോലെ തന്നെയാണ്. ധനകാര്യം, തുറമുഖം, പൊതുഭരണം, നിയമം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൈകാര്യം ചെയ്യുക. പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യവസായം, IT, സ്റ്റാർട്ടപ്പ്, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകൾ കൈകാര്യം ചെയ്യും. O.J. ജനീഷ് കുമാർ കായികവും യുവജനക്ഷേമവും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒപ്പം മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു അടക്കമുള്ള വകുപ്പുകളും O.J. ജനീഷ് കുമാറിന് തന്നെയാണ്. ഏതായാലും അതിന് പുറമെ N. ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ്. A.P. അനിൽകുമാറിനാണ് റവന്യൂ വകുപ്പ്. സമാനമായി അതിൽ വൈദ്യുതി വകുപ്പ് വരുന്നത് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനാണ്. അതിനൊപ്പം പാർലമെന്ററി കാര്യ വകുപ്പും സണ്ണി ജോസഫിന് തന്നെയായിരിക്കും. സമാനമായി തന്നെ ആരോഗ്യ വകുപ്പ് കെ. മുരളീധരൻ, ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയായിരിക്കും കൈകാര്യം ചെയ്യുക. തൊഴിൽ വകുപ്പായിരിക്കും ബിന്ദു കൃഷ്ണ. അതിനു പുറമെ സാമൂഹ്യ നീതി വകുപ്പും ബിന്ദു കൃഷ്ണ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. അതിൽ സഹകരണവും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പും M. ലിജുവിനായിരിക്കും. അതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജിയം ജോണാണ് കൈകാര്യം ചെയ്യുക. ടൂറിസം വകുപ്പും സാംസ്കാരികവും അതുപോലെ സിനിമാ വകുപ്പും PC വിഷ്ണുവായിരിക്കും കൈകാര്യം ചെയ്യുക. ഏതാണ്ട് ഇത് സംബന്ധിച്ച ഒരു അവ്യക്തത ഉണ്ടായിരുന്നത് റവന്യൂ വകുപ്പ് സംബന്ധിച്ചുണ്ടായിരുന്നു. ആ അവ്യക്തത നീങ്ങിക്കഴിഞ്ഞു എന്നത് തീർച്ചയായും. ഇന്നലെ ദേവസ്വം വകുപ്പ് കെ. മുരളിൽ നിന്നും മാറ്റി അത് നേരെ A.P. അനിൽകുമാറിന് കൈമാറാനുള്ള തീരുമാനമുണ്ടായിരുന്നു. കാരണം A.P. അനിൽകുമാറിന് വൈദ്യുതി മാത്രമായിരുന്നു ഇന്നലെ. പക്ഷെ അത് പിന്നീട് അന്തിമ പട്ടികയിലേക്ക് എത്തുമ്പോൾ ദേവസ്വം വകുപ്പ് തിരിച്ച് കെ. മുരളീധരന് തന്നെ നൽകി. ആരോഗ്യ വകുപ്പും ദേവസ്വം വകുപ്പും നൽകി. ലാൻഡ് റവന്യൂ വകുപ്പ് അടക്കം അത് A.P. അനിൽകുമാറിന് നൽകുകയാണ് ചെയ്തത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൂടിയാണ് ലാൻഡ് റവന്യൂ ഉൾപ്പെടെയുള്ള വകുപ്പ്. അത് A.P. അനിൽകുമാറിന് നൽകുമ്പോൾ ദേവസ്വം വകുപ്പ് തിരിച്ചെടുത്ത് അത് കെ. മുരളീധരൻ നൽകുകയാണ് ചെയ്തത്. എക്സൈസ് വകുപ്പ് ഏറ്റെടുക്കാൻ വിമുഖത പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ കൂടിയാണ് എക്സൈസിന് പുറമെ മറ്റൊരു വകുപ്പ് കൂടി, സഹകരണ വകുപ്പ് കൂടി നൽകിയിരിക്കുന്നത്. ഏതായാലും വകുപ്പ് സംബന്ധിച്ച വ്യക്തത വന്നു. ഇനി മന്ത്രിമാർക്ക് അവരുടെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഭൂരിഭാഗം മന്ത്രിമാരും അവർ കാത്തിരിക്കുകയായിരുന്നു അവരുടെ വകുപ്പിൽ. കർമ്മ പരിപാടി കൂടി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിമാർക്ക് ഇനി പിടിപ്പത് പണിയുണ്ട് ഈ 100 ദിവസങ്ങൾക്കുള്ളിൽ തീർക്കാൻ. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.